ഹായ് ഹലോ, ഈസി ആൻഡ് ഫാസ്റ്റായിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ടൂളാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. വളരെ കുറച്ചാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മാക്സിമം കരിയാതെ തന്നെ നമ്മളിത് വറുത്ത് കോരിയെടുക്കണം. ബാക്കി എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീൻസോ അതല്ലെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നന്നായി വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ആ ഒരു ടൈമിലാണ് കുറച്ചായിട്ട് നമ്മൾ റവ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. നമ്മൾ എടുക്കുന്ന കണക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് കുക്കായി സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ ഉപ്പുമാവിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ചിരകി വെച്ച് കുറച്ച് നാളികേരം അതുപോലെ തന്നെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യും കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.